ഈ രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കണക്കൊന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ എടുത്തെഴുതുക. എന്നിട്ട് ഡിവൈഡ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതുക അല്ലേ. നമുക്ക് 25 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ആണല്ലോ. രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് രണ്ടക്ക നമ്പറാണ്. 2 ഡിജിറ്റിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ആദ്യത്തെ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ 8, പിന്നെ 0യും കൂടി ചേർത്ത് എടുക്കുമ്പോൾ 80. അപ്പോൾ നമ്മൾ 80 വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ഡിജിറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 80ൽ എത്ര വട്ടം പോവും, അതാണ് അടുത്തൊരു പരിപാടി. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 25ൻ്റെ ടേബിൾ ചൊല്ലി നോക്കണം. അതെ, 25ൻ്റെ ടേബിൾ ചൊല്ലാന്ന് വെച്ചാൽ നമ്മൾ ഗുണിച്ച് 25നെ ഒരു വട്ടം ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക, 2 വട്ടം ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക, 3 വട്ടം ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക എന്ന് നമ്മൾ ഓൾറെഡി നമ്മളൊന്ന് സൈഡിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 എണ്ണം ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 × 25 2 ടൈംസ് ആകുമ്പോൾ 50, 3 ടൈംസ് ആകുമ്പോൾ 75, 4 ടൈംസ് ആകുമ്പോൾ 100. ഓക്കെ, അത് നമുക്ക് ആദ്യം നോക്കാം. 80ൽ 25 എത്ര വട്ടം പോകുന്നു. അപ്പോൾ നമ്മൾ ആ ടേബിളിൽ നോക്കുക. 80യുടെ തൊട്ട് താഴെ വരുന്ന നമ്പേഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ എന്താ, 3 × 25 = 75. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്തത് നോക്കുമ്പോൾ എന്താ, 4 × 25 100 ആണ്. 80യെക്കാട്ടും വലുതാണ് ഈ നമ്പർ ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എന്താ, 80യെക്കാട്ടും വലുതാണ്. 80യെക്കാട്ടും താഴെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഈ ഭാഗം വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ 3 × 25 = 75. അപ്പോൾ നമുക്ക് അതിനോട് എന്താ എഴുതാം, 3 × 25 എത്രയാണ്, 75. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക അല്ലേ. 80ൽ നിന്ന് 75 പോയാൽ എത്രയാണ് വരിക, 5. ഓക്കെ, നമ്മൾ അടുത്ത നമ്പർ ഇറക്കിയിടാണ് 2 ആണല്ലോ. 52. 52ൽ 25 എത്ര വട്ടം പോവും. അപ്പോൾ നമ്മൾ നമ്മുടെ ടേബിൾ നോക്കുക. ഈ 50യുടെ തൊട്ട് താഴെ വരുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ. 25 ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ 50യുടെ തൊട്ട് താഴെ വരുന്നത് ഏതാണ്, 52ൻ്റെ തൊട്ട് താഴെ വരുന്നത് 50 ആണ്. അടുത്ത എന്താ, 52നെക്കാട്ടും വലിയ നമ്പറാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാണ്, 2 × 25 = 50. അപ്പോൾ നമ്മൾ എന്താ എഴുതുക, 2 × 25 എത്രയാണ്, 50. മനസ്സിലായല്ലോ. അടുത്ത പ്രോസസ്സ് എന്താ, വീണ്ടും 52ന്ന് 50 മൈനസ് ചെയ്യുക, എത്ര കിട്ടും, 2. അടുത്ത ഇറക്കിയിടേണ്ട നമ്പർ എത്രയാണ്, 5. 25. 25ൽ 25 നമുക്കറിയാലോ. 25 എത്ര വട്ടം പോവും, ഒരു വട്ടം. അപ്പോൾ 25ൽ 25 വന്നത് ഒരു വട്ടമാണ്. 25ൽ നിന്ന് 25 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്, 0 അല്ലേ, 0. നമുക്ക് ഇവിടെ റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മുടെ ഡിവിഷൻ ഇവിടെ അവസാനിക്കുന്നുണ്ടോ, ഇല്ല. നമ്മൾ പറയാം സാധാരണ എന്താണ്, റിമൈൻഡർ 0 കിട്ടുന്നവരെ ചെയ്യാം. പക്ഷേ റിമൈൻഡർ 0 കിട്ടില്ല, മുകളിൽ കിടക്കുന്ന നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട നമ്പറിലെ എല്ലാ ഡിജിറ്റ്സും താഴേക്ക് ഇറക്കിയിട്ട് വരുന്ന പ്രോസസ്സിൽ ലാസ്റ്റ് നമ്പർ ഇറക്കിയതിന് ശേഷം റിമൈൻഡർ 0 വരുമ്പോഴാണ് നമ്മൾ ഡിവിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഇടയിലത്തെ ഒരു നമ്പർ ഇറക്കിയിട്ടപ്പോഴേ റിമൈൻഡർ 0 ആയി. തൊട്ടടുത്ത നമ്പർ നമ്മൾ ഇറക്കിയിട്ടിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത നമ്പർ ഇറക്കിയിടുക. അപ്പോഴും നമുക്ക് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ 05 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 05 25ൽ പോവോ, ഇല്ല. കാരണം എന്താ, 25നായിട്ടും ചെറിയ നമ്പറാണ് 05 എന്ന് പറയുന്നത് അല്ലേ. 05ൽ ഒരിക്കലും 25ൽ പോകും. 25നേക്കാട്ടും വലിയ നമ്പർ ഇവിടെ വന്നാൽ മാത്രമേ 25 പോവുള്ളൂ ആണല്ലോ. അപ്പോൾ ഈ 05ൽ പോവില്ല എന്ന് മനസ്സിലാകുമ്പോൾ എത്ര വട്ടം പോവും, 0 ടൈംസ് പോവും. എത്ര വട്ടം പോവും, 0 ടൈംസ്. നമ്മൾ അതിനെ പോവില്ല എന്നുള്ള രീതിയിൽ അവിടെ എഴുതാണ്ടിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, 25ൽ ഈ 5 എന്ന് പറയുന്ന സെക്ഷൻ 05 25ൽ എത്ര വട്ടം പോവും, വെറും 0 തവണ. അതായത് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ 0 ഇടണം. അതെല്ലാവരും തെറ്റിക്കുന്നൊരു കേസാണ്, ശ്രദ്ധിച്ച് ചെയ്യാം. നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട നമ്പറിൽ നമുക്ക് ഈ നമ്പർ പോകുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ മുകളിൽ 0 ഇടണം. ഓക്കെ, ഇനി നമുക്ക് എന്താ അടുത്തൊരു പ്രോസസ്സ്, നമുക്ക് റിമൈൻഡർ 0 ആക്കണമല്ലോ. റിമൈൻഡർ 0 ആക്കാൻ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിലൊരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊരു 0 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെന്തായി മാറി, 50 ആയി മാറി. ഇപ്പുറത്താണ് ആഡ് ചെയ്യുന്നത്. ഈ സൈഡിലൊരു 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഓരോ 0 ആഡ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് എന്ത് ചെയ്യണം, മുകളിലൊരു പോയിൻ്റ് ചേർക്കണം. ഓക്കെ, 50 ആയില്ലോ. ഇപ്പോൾ ഇത് 50ൽ 25 എത്ര വട്ടം പോവും, നമ്മുടെ ടേബിൾ നോക്കുമ്പോൾ അറിയാം എത്ര വട്ടം പോവും, 2 ടൈംസ് ആണല്ലോ 50 വരുന്നത്. അപ്പോൾ 2 × 25 = 50. റിമൈൻഡർ 0. ഓക്കെ, ഇപ്പോൾ റിമൈൻഡർ 0 ആയി.
അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് പോയിൻ്റുള്ള രൂപത്തിലാണ് ആൻസർ വരിക. എന്താണ് 3210.2. ഓക്കെ, പോയിൻ്റുള്ള രൂപത്തിൽ ആൻസർ വരണമെങ്കിൽ ഇത് ആൻസറായിട്ട് എടുക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ ഡിവിഷൻ ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് റിമൈൻഡർ 5 എന്നുള്ള രീതിയിലാണ് ആൻസർ വരേണ്ടതെങ്കിൽ നോക്കിയിട്ട്, ചിലപ്പോൾ ജസ്റ്റ് അത് ഡിവൈഡ് ചെയ്ത് പോയിൻ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ടാവില്ല ചിലവർക്ക്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ.